അല്ലാഹുവിന്റെ സ്വഭാവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കണേ. ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. എന്താ അള്ളാന്റെ സ്വഭാവം? ഒന്ന് റഹ്മാനിയത്താണ്, മറ്റൊന്ന് റഹീമിയത്താണ്, മറ്റൊന്ന് ജബ്ബാരിയത്താണ്, മറ്റൊന്ന് ഗുഫ്രാനിയത്താണ്. ഇങ്ങനെ പോകുന്നുണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് അതിലൊന്നാണ് റഹ്മാനിയത്ത്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യാം. അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്കും അംഗീകരിക്കാത്തവർക്കും, അല്ല ഉണ്ട് എന്ന് പറയുന്നവർക്കും ഇല്ല എന്ന് പറയുന്നവർക്കും വെള്ളവും വെളിച്ചവും ഭക്ഷണവും വായുവും നൽകുന്നവനാണ് അള്ളാഹു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൂമി ലോകത്ത് എല്ലാ മനുഷ്യരോടും നമ്മൾ കരുണ കാണിക്കണം. എല്ലാവരോടും കരുണ കാണിക്കണം. നിങ്ങൾ നോക്ക്, മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുത്താലും വെള്ളം കൊടുത്താലും മരുന്ന് വാങ്ങിക്കൊടുത്താലും അതിന്റെ പേരിൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ മുസ്ലിമീങ്ങൾ. പിന്നെ എവിടെയാ മുസ്ലിമീങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും ആകുന്നത്? ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 10 ദിവസം കൊണ്ട് ദീർഘമായ ഈ സൂറത്ത് നമുക്ക് തീർക്കണമെങ്കിൽ ഓടി ഓടി പോകേണ്ടി വരും. എന്നാലോ എല്ലാ ആശയങ്ങളും ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറയുകയും വേണം, എല്ലാം ടച്ച് ചെയ്തൊന്ന് സംസാരിക്കുകയും വേണം. അതുകൊണ്ട് ബിസ്മിയുടെ ചർച്ച ബറക്കത്തിന് അവിടെ ഒതുക്കി. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻസിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا. അവിടെ എത്തുമ്പോഴാണ് അതൊന്നാണ് പൂർത്തിയാകുക. ആ ആശയം ഒന്നും പറയാതെ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയണമെങ്കിൽ എപ്പോഴാണത് പറയാം? അല്ലാഹു എന്തോ ഒരു വലിയ നിഅമത്ത് നമുക്ക് തരുമ്പോൾ അല്ലേ, എപ്പോഴാണ് നമ്മൾ ആ ശുക്രിന്റെ വാചകം പറയാറുള്ളത്? എന്ത് നിഅമത്തിന്റെ പേരിലാണ് പടച്ചോന് ശുക്ർ ചെയ്യാൻ പഠിപ്പിക്കുന്നത്? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇത് പടച്ചോൻ തന്നെ പരിചയപ്പെടുത്തിയതാണ്. ഇത് ആരാ പറഞ്ഞത്? അള്ളാനെ പറ്റി പറയാണ്, നമ്മൾ പറയാൻ വേണ്ടിയുള്ള കൽപ്പനയുമാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ അടിമക്ക് വേദമിറക്കി കൊടുത്തവനാണവൻ, കിതാബ് ഇറക്കി കൊടുത്തവനാണവൻ. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. എന്തിന്റെ പേരിലാണ് അൽഹംദുലില്ലാഹ് പറയുന്നത്? മുത്തുനബിക്ക് ഖുർആൻ ഇറക്കി കൊടുത്തതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു മുത്തുനബിക്ക് ഖുർആൻ ഇറക്കി കൊടുത്തതിന്റെ പേരിൽ സർവസ്തുതിയും അല്ലാഹുവിനാണ്. കാരണം ചെറിയൊരു ഭാഗ്യമല്ലത്. ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 10 ദിവസം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ഖുർആനിൽ